കഴിഞ്ഞല്ലേ? എടി നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ലോ അല്ലേ? അതൊന്നുമല്ല എന്റെ അക്ബറെ, ആ രഞ്ജന് നിന്നോടാണ് വൈരാഗ്യം. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എടാ അനൂപേ, അവന്മാരെ പുറത്ത് ഈ നാളെ കൊണ്ടുവന്നു, നമ്മൾ കയറി പെരുമാറി. അതിലിപ്പോ എന്താണ് പ്രശ്നം അല്ലേ? എടാ നീ എവിടേക്കെങ്കിലും ഒന്ന് മാറ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജീവനും ഇവിടെ ഇല്ല. ഈ ചീള് കേസിനൊക്കെ ജീവനില്ലെങ്കിൽ എന്താ? ഡാ മാക്രി, നീ മിണ്ടാണ്ടിരുന്നോ? അന്നിവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ നീ എവിടെയായിരുന്നു? അതെ അക്ബറെ, പറയുന്നത് കേക്ക്. എന്തേലും ചെയ്. തല്ലിന്റെ കാര്യത്തിൽ 3 തരക്കാരുണ്ട്. തല്ല് കൊള്ളുന്നോര്, തല്ല് കൊടുക്കുന്നോര്, പിന്നെ അത് കണ്ട് ഓടുന്നോര്. ഈ 3 തരക്കാരെ ഇന്നിവിടെ കാണാം. ആ അക്ബറിനെ രഞ്ജനൊന്ന് കണ്ടോട്ടെ. എന്റെ കർത്താവായിരുന്നു. പോലെ നമുക്കിവിടെ മാറി എന്നിട്ട് അടി കാണാം. അതെ, അതാണ് നമ്മുടെ നയം. അതെ അതെ. അവൻ വരുന്നുണ്ട്. അക്ബറെ, നീ എന്ത് വന്നാലും ഇവിടെ തന്നെ ഇരുന്നോണം. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വാടാ. സഖാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ. സഖാക്കന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഇഷ്ട. ഞാൻ ഇവരോടല്ലേ സംസാരിക്കണത്. രഞ്ജ, നിന്റെ അപ്പന്റെ കയ്യിലെ പണത്തിന്റെ ഉങ്ക് കാണിക്കാതെപ്പോ. നിന്റെ അപ്പന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം ഇഷ്ട? രഞ്ജ, നീ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കിയേ. നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. സസ്പെൻഷൻ അത് ഞങ്ങൾക്ക് ഒരു ആഘോഷമോ? ഇത് അവനും നിങ്ങളുടെ ചെയർമാനും കൂടെ ഞങ്ങളൊന്ന് ചൊറിഞ്ഞായിരുന്നു. അവന്ന് മാന്തി തീർക്കണം. രഞ്ജ, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ. എന്തിനാ വെറുതെ? ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും തല്ലി, നിനക്കറിയാലോ. എന്നാൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അത് തല്ലാനാണെങ്കിലും തല്ലു കൊള്ളാനാണെങ്കിലും. നീ ആള് കാണിച്ച് പേടിപ്പിക്കണ്ട. ആരെയും പേടിപ്പിച്ച് ഓടിക്കാനല്ല. ഇവിടെ നിങ്ങളും വേണം, ഞങ്ങളും വേണം, നമ്മളെല്ലാവരും വേണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല പക്ഷേ. ശരിയല്ലേ? ക്ലാസ് അല്ലേ? എന്നാലത് ഭയങ്കര മോശമായി പോയിട്ടാ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് അവസരം കിട്ടും. ഇവറ്റോളൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്നവരല്ലേ, നമുക്ക് കാണിച്ചു കൊടുക്കടാ. അങ്ങനെ ഒറ്റക്ക് കിടക്കണവരൊക്കെ പുറകിൽ നോക്കിയിട്ട് നീ ഗസ്റ്റാപ്പോന്ന് പറഞ്ഞ നടക്കട്ടാ. ഞാൻ വന്നാ എന്നെയും കൂടെ അതിലിരുത്തി തള്ളിത്തരോ? നിർത്തിക്കേ. ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ട്. കുറച്ചു നേരം കൂടെ നീയൊക്കെ അവിടെ നിന്നായിരുന്നെങ്കിലേ തൂക്കി എടുത്തോണ്ട് പോകായിരുന്നു. എടി നിന്നെ ഞാൻ. നിങ്ങൾ പോയിക്കോ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ചെയർമാന്റെ പ്രകടനം? അവന്മാർ കിടുങ്ങിപ്പോയി. എനിക്ക് അടിമടിയൊന്നും ഇഷ്ടമല്ല. മനസ്സമാധാനം എനിക്ക് ഏറ്റവും വലുത്. അവള് വലിയ സമാധാനക്കാരി. നല്ല രസമുണ്ടായിരുന്നു. എടാ, ഇത്ര കൃത്യമായി നീ പോസ്റ്റിൽ അടിച്ചിരുന്നെങ്കിലേ ആ കളി നമ്മള് ജയിച്ചേനാ. ഞാൻ മാത്രം കളിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുക? പ്രാക്ടീസിന് ഒരാൾ പോലും വരില്ല. നീയാണെങ്കിൽ ചെയർമാനായ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേ, ഈ ഇരിക്കുന്ന മഹാനടക്കം ഒരാളും വരില്ല. അനുപേ, ഇനി ശരിക്കും പ്രാക്ടീസിന് പോകട്ടെ. തമാശയല്ലേ ജീവ? ടീമിന്റെ ആരും വല്ലാത്ത കഷ്ടത്തിലാ. നമുക്ക് ശരിയാക്കാടോ. എല്ലാ കളിക്കാരും പ്രാക്ടീസിനൊന്ന് വന്നാൽ മാത്രം മതി. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നമുക്ക് കപ്പടിക്കണം. നാളെ മുതൽ ഇറങ്ങല്ലേ? അത് നാളെ. അക്ബറെ, നാളെ ഇവൻ പ്രാക്ടീസിനുണ്ടാവണം. പോട്ടെ, എന്നാ ശരി. കേട്ടല്ലോ,
കുഴപ്പരുത്. അവനതൊക്കെ പറയാം, അവന് വേറെ പണിയൊന്നുമില്ല. പിന്നെ പ്രാക്ടീസ്. എനിക്കൊരു പണിയുണ്ട്. എവിടെ നേരെ അവൻ പ്രാക്ടീസ്. എടാ ജീവ നിന്നെ ഇപ്പൊ എങ്ങനാ ഡീസോന്റെ പിരിവ് തുടങ്ങണ്ടേ? അടുത്ത ആഴ്ച തുടങ്ങാം. പിന്നെ എന്തായി മാഗസിൻ പരിപാടികൾ? അവര് തുടങ്ങിയോ? ഇതെന്തിട്ട് കണക്കിടത്? എന്തായാലും കൊച്ചാ എത്ര ലാഭം കിട്ടും? ലാഭം കടം വീട്ടാനുള്ള എന്നെ കിട്ടിയിട്ടില്ല, പിന്നെ ലാഭം. അപ്പൊ ഈ വർഷം മാഗസിൻ ഇല്ലേ? പിന്നെ പക്ഷേ ഉദാരവളവൽക്കരണം വേണ്ടി വരും. അയ്യടാ, അതങ്ങ് പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. ഇത് കണ്ടേ നീ ഉദാരവൽക്കരിക്കണ്ട. ശരി ശരി. പേടിക്കേണ്ട ദീപേ, ഇതിന് വളയുടെ ആവശ്യമൊന്നും വരില്ല. മുതലാളിമാരെല്ലാം ഒന്ന് ഉദാരമായി പരസ്യം ചെയ്താ പോരേ. ആ അതെ, യേശുവിന് ആകെ കിട്ടിയിരിക്കുന്നത് ഈ മാഗസിനാ. ഇതുകൊണ്ട് വേണം ഈ കൊല്ലം കഴിഞ്ഞുകൂടാൻ. ഓ അതറിയാലോ. മാഗസിനില് പരസ്യം മാത്രം പോരാട്ടാ. ഒരിക്കലുമല്ല. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുത്ത കുറെ കഥകൾ, കവിതകൾ, പിന്നെന്താ കൃതികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേജ് ഇത്തിരി കുറയുന്നു മാത്രം. അതന്നെ. കൂടുതലൊന്നും പറയാനില്ല. അല്ല സഖാവേ, ഇന്ന് സമരല്ലേ? അത് ശരിയാണല്ലോ. സമരോ? എന്തിന്? നെടുമങ്ങാട് AC പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചത് അറിഞ്ഞില്ല എന്നുണ്ടോ സഖാവ്? അറിഞ്ഞു. അന്ന് നെടുമങ്ങാടല്ലേ? എന്നാ വേഗം അവിടെ സഖാവേ, ഇന്ന് കുറെ പടങ്ങൾ റിലീസ് ഉള്ളതാ. അല്ല സഖാവേ, ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമരം വിളിച്ചാലാ? എന്നാ വിളിക്കല്ലേ? വിളിക്കാം. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധ സമരം വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാക്കളെ, പ്രതിഷേധത്തിന്റെ പേരിൽ SFI കേരളമൊട്ടാകെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്! 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 പ്രതിഷേധം പ്രതിഷേധം ആ പറ്റിക്കാതിരുന്നാ മതി. എത്രയാമത്തെ പഴവണത്? ഈ പൈസക്ക് ആര് കൊടുക്കാനാണ്? മൈദയിൽ മുക്കിയെടുത്ത് എണ്ണയിൽ വേവുന്ന പഴംപൊരിയേ പഴംപൊരിയേ. എടാ സുല്ലേ, ഇതിന്നൊരു 5 എടുത്ത് കുത്തിക്കേറ്റ്. നീ ഉച്ചക്കത്തെ ഊണ് കൊളാക്കരുത്. നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട, നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട. ഇപ്പൊ സന്തോഷമായല്ലോ. കൊച്ച വരുന്നുണ്ട്, ആ ജോസേട്ടൻ പോകും. ഓ ശരിയാ. കാര്യമായിട്ടൊക്കെ വല്ലത് കിട്ടിയാ മതിയായിരുന്നു. കൊച്ചാ, ആ ഡീസോന്റെ പിരിവിന് എന്തെങ്കിലും ബാക്കി വെക്കണേ? ഒരു ചെറിയ പരസ്യം അത്രേ ഉള്ളൂ. എന്താടാ ഇത്? ഇങ്ങനെ എന്താടാ? വാ ദാസേട്ടാ, വാ പറയണം. അതെ, ആ, ജോൺസൺ സാർ ക്ലാസ് വിട്ടിട്ടില്ല. ആളിപ്പോ PG ക്ലാസ്സിലല്ലേ? അതല്ല, SFI സമരത്തിന് അയാൾക്കുള്ളത് ഈ ഉഴപ്പ്. AC ആണെങ്കിൽ കടയും ചക്കരയാണല്ലോ. ഏയ്, ഇതെത്ര കാര്യം വെക്കണ്ട. അതല്ല ജീവ, ഇത് ഇടപെടേണ്ട കാര്യമാണ്. ഞാൻ ഇടപെട്ട കുളവും. വാ. They shall wander from sea to sea and from north to east. They shall run to and fro, seeking the word of the Lord. You shall seek those who contend with you absurdly and shall not find. സാറേ, ഒരു മിനിറ്റ്. ആ ജീവനോ? അല്ല സാറേ, ഇന്നത്തെ സമരം ഇല്ല ജീവ, ക്ലാസ് എടുത്ത് കഴിയണ്ടേ, അല്ലാതെ എനിക്കിതിലൊരു രാഷ്ട്രീയം ഇല്ല. അതെനിക്കറിയാം. പക്ഷേ സഖാക്കള് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. സാറ് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. ശരി. എന്നാ പിന്നെ
ഇന്ന് ഞങ്ങളുടെ സമരമാണ്. ക്ലാസ് ഇല്ല. എടോ താനവിടെ ഇരിക്കുകയാണെ ഇരുന്നോളൂ. ഇല്ല കുഴപ്പമില്ല. അപ്പൊ ലാൽ സലാം. ലാൽ സലാം.